ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളുടെ ഹണിമൂൺ വീഡിയോ ആണ് കേട്ടോ. 2 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞങ്ങൾ പോയത് ഡ്രീം വാലി റിസോർട്ടിലാണ് കേട്ടോ. മൂന്നാർ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്ത്. ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ആരെങ്കിലും ഒക്കെ പോകാൻ പറ്റുമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും പോയി വിസിറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ആ ഒരു ഫോറസ്റ്റ് കുറച്ച് നമുക്ക് ഒരു ദൂരമുണ്ട്, ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യാനൊക്കെ പറ്റുന്ന. പക്ഷേ നല്ല വൈബാട്ടോ. ഇറങ്ങി നിൽക്കാനൊന്നും പറ്റില്ല, പക്ഷേ നമുക്ക് നല്ല രസമായിട്ട് ഇത് ചെയ്യാം. ഇതാണ് നമ്മുടെ ഡ്രീം വാലി റിസോർട്ട്. ഞങ്ങൾക്ക് 10 സ്റ്റേ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ, പിന്നെ സെക്കൻഡ് ഡേ മൂന്നാറിൽ തന്നെ ഉള്ളൊരു റിസോർട്ട്. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി. അത് ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതായിരുന്നു കേട്ടോ. ഇത് ഏട്ടനറിയാവുന്ന ഫ്രണ്ടിൻ്റെ റിസോർട്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നതായിരുന്നു സെക്കൻഡ് ഡേയുടെ സ്റ്റേ. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ, പിന്നെ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതൊരു മഡ് ഹൗസിനകത്തായിരുന്നു. ഇത് അവിടുത്തെ ഒരു പയ്യൻ ഞങ്ങൾക്ക് അർജുൻ വീഡിയോ എടുത്ത് തന്നതാണ്. വീഡിയോ എടുത്ത് പുള്ളിക്കാരൻ എഡിറ്റ് ചെയ്ത് തന്നതാണ് ഞങ്ങളുടെ ഇത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സർവീസും നല്ല സ്റ്റേയും. പക്ഷേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഒരു 10 സ്റ്റേ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. സൂപ്പറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും കോമൺ ആയിട്ടൊരു DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നല്ല തണുപ്പുമായിരുന്നു കേട്ടോ. നല്ല DJ ഇതായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വ്യൂ. റൂമിൽ നിന്ന് ഞാനിങ്ങനെ 360 ഡിഗ്രി കറങ്ങി കാണിക്കും. നല്ല വ്യൂ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഈ അർജുനാണെങ്കിൽ ഒരു സ്പോട്ടിൽ വാട്ടർഫോൾ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കൊണ്ടുപോവാണ്, ട്രെക്കിംഗ് മാതിരി. ഞങ്ങൾ ഒത്തിരി ദൂരം നടന്ന് ഞങ്ങളൊരു കാടിൻ്റെ ഇടയിലൊക്കെ കൂടെ പോയി. അപ്പോൾ ആദ്യം ഒരു അരുവി കണ്ടപ്പോൾ ഞങ്ങൾ വെച്ച് ഇതായിരിക്കുന്ന ശല്യം ഫുള്ളിങ്ങനെ അർജുൻ തന്നെ കാട് വെട്ടിത്തെളിച്ച് ഞങ്ങൾ അവസാനം ഒരു കുഞ്ഞ് ഒരു ഹൈഡഡ് സ്പോട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഈ യാത്ര ഇച്ചിരി ഭീകരമായിരുന്നു. അത് ഈ കാടെല്ലാം വെട്ടിത്തെളിച്ച് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടായിരുന്നു ഇങ്ങനെ ഒരു ട്രെക്കിങ്. പക്ഷേ അടിപൊളിയായിരുന്നു. അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്ന് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെള്ളച്ചാട്ടം, നമുക്കിതിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റും. നല്ല നല്ല രസമായിരുന്നു. അന്ന് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള സമയമായതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ പോകുന്ന ആ യാത്ര വളരെ ഗംഭീരമായിരുന്നു. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിറ്റേന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇത് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു ഇഞ്ചി മിഠായി അടിച്ച് വീഡിയോ എടുത്തപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്ത സെക്കൻഡ് കോംപ്ലിമെൻ്ററി റിസോർട്ടിലേക്ക് പോയി. അപ്പോൾ അതിന് മുമ്പേ പോകുന്ന വഴിക്ക് ഡാമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പോയി. ഇതാണ് ഞങ്ങളുടെ ഹണിമൂൺ വിഷ്വൽസ്. 10 സ്റ്റേയിൽ ഇങ്ങനെ റൂമൊന്നും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ അവിടെ റൂമൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ വിഷ്വൽസ്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.